ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ നമുക്കറിയാലോ, നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ട്യൂസ്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ലെവൽസും കൂടി നമ്മളൊന്ന് നോക്കാം, ടെക്നിക്കൽ അനാലിസിസ് രീതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ ഇട്ട വീഡിയോയിലെ ലെവൽസ് ആണിത്. പിന്നെ ഞാൻ സാറ്റർഡേ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഐ ബട്ടണിലും അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇന്നലത്തെ, അതായത് തലേ ദിവസത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കാണണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ തേഴ്സ്ഡേ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 24,400 റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും, 24,300 റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ 24,000 ആയിരിക്കും സപ്പോർട്ടും 24,100 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ പിന്നെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ മാർക്കറ്റ് 100 പോയിന്റ്സ് ക്ലോസ് ആകാൻ വന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാവുന്നത് സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാകാൻ ധാരാളം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ 100 പോയിന്റ്സ് ഇപ്പോ ഫ്രൈഡേയിലത്തെ മൂവ്മെന്റോടുകൂടി പിന്നെ ഇന്നത്തെ മൂവ്മെന്റോട് കൂടി 100 പോയിന്റ്സ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 100 പോയിന്റ്സ് ബാക്കി ഇനി ഒരു 61 പോയിന്റ്സ് ഉള്ളു. റൗണ്ടപ്പ് ആയിട്ട് 60 പോയിന്റ്സ് എന്ന് ഞാൻ എഴുതാം. ഇനി ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് 60 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. ഒന്ന് എഴുതിക്കോട്ടെ, 60 പോയിന്റ്സ് ഗ്യാപ്പ് നമുക്ക് ഫില്ല് ആകാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം 24,219.05 ആണ്. ഇതൊക്കെ വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. പ്രത്യേകിച്ച് ഇൻട്രാഡേയില് നാളെ നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് എല്ലാവരും കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ ഓർക്കണം. ആദ്യമേ തന്നെ ആ ഗ്യാപ്പ് ഒന്ന് ഇട്ടോട്ടെ, 60 പോയിന്റ്സ് ഗ്യാപ്പ്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത്, മൊത്തം ഇവിടെ മെഷർമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിന്റെ 70 പോയിന്റ്സോളം റിക്കവർ ആയിട്ടുണ്ട്. ഓക്കെ, 70 പോയിന്റ്സോളം റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് നമ്മുടെ 23,000. ഇനി നമുക്ക് നാളെ നോക്കാനുള്ള നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,300 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 24,300 ഇതായിരിക്കും നാളത്തേക്കുള്ള ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ. 24,300 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ലെവല് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഓർക്കണം, ഇവിടെ 1 അവർ ടൈം ഫ്രെയിമിൽ, ഞാനിപ്പോൾ 1 അവർ ടൈം ഫ്രെയിമാണ് എടുത്തേക്കണം, 1 അവർ ക്യാൻഡിൽ കൺഫർമേഷനോട് കൂടി ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതും ഒരു ചെറിയ റീട്രേസ്മെന്റും ഉണ്ടാവും, എന്നാലേ അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്യാപ്പ് ഫില്ലാണ് വരെ സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സൈഡ് വേസ് മൂവ്മെന്റ് എങ്ങനെ നടക്കുമെന്നും കൂടി പറയാം. അതായത് ഇനി സപ്പോർട്ട് 1 കൂടി ഞാൻ മാർക്ക് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് 1 വരാൻ പോകുന്നത് നാളത്തേക്കുള്ള 24,150 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം, 24,150 ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന 24,150യുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആ ഒരു പോയിന്റിൽ വന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റീട്രേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇതിനു മുമ്പും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഗ്യാപ്പ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെയും 24,150 റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ലായ ഗ്യാപ്പാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായ ഗ്യാപ്പാണ്. പക്ഷെ ഇവിടെയും റെസ്പെക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് 24,150 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലെവൽസും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിഫ്റ്റിയിൽ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ്, തേഴ്സ്ഡേ പറഞ്ഞിരുന്ന ലെവൽസ് ആണ് ഇതൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 21ന് നമ്മുടെ 57,700 എന്ന ലെവല് റെസ്പെക്ട് ചെയ്തു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇവിടെ -236 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അതും എവിടെ നിന്ന് നമ്മൾ പറഞ്ഞിരുന്ന 57,900 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 അവിടെ നിന്നാണ് ഒരു റിവേഴ്സൽ വന്നിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് ഈ 57,900 റെസ്പെക്ട് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന്. നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ ചെയ്ത സമയത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. അത് കറക്റ്റ് 57,900 നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ, ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴ്ത്തോട്ട് ഇപ്പൊ വന്ന് നിൽക്കുന്നത് 57,525 എന്ന ലെവലിലാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ലെവൽസ് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ എടുത്തു പറയാനുള്ള കാര്യം, 180 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിൽ വെക്കുക. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡ്രോയിങ്സ് വരക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാരലൽ ചാനൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് നടന്നെങ്കിലും
ഇവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ചോട്ടെ. നമ്മുടെ ഈ പാരലൽ ചാനൽ ബ്രേക്ക് ഔട്ട് നടന്നെങ്കിലും എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇന്നത്തെ മൂവ്മെന്റോട് കൂടി തിരിച്ച് പാരലൽ ചാനലിലോട്ട് റീ എൻറ്റർ ചെയ്തിരിക്കുന്നതെന്ന് ബാങ്ക് നിഫ്റ്റി. അതും -236 പോയിന്റ്സ് എന്ന് പറയുന്നത് കൺസിഡറബിളി ഒരു ചെറിയ ബെയറിഷ് ആയിട്ട് കാണാം. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് വാല്യൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് 150 to 300 പോയിന്റ്സ് ആണെന്ന്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഒരു 236 എന്ന് പറയുന്നത് ഒരു വാലിഡ് ബെയറിഷ് മൂവ്മെന്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണാം. പിന്നെ ഈ മൂവ്മെന്റ് നടന്നത് വേറൊരു കാര്യം കൂടി കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഗ്യാപ് തിയറി, ആ 180 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാനും കൂടി മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് വന്ന് താഴത്തോട്ട് വന്നു. ആ ഒരു ഗ്യാപ്പിന്റെ പൊസിഷനിൽ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനലൈസ് ചെയ്ത് നിഫ്റ്റിയിലെ പോലെ ബാങ്ക് നിഫ്റ്റിയിലോ ഇൻഡെക്സിലോ ഏതോ സ്റ്റോക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അനാലിസിസ് ചെയ്യുന്ന പോലെ ടെക്നിക്കൽ അനാലിസിസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ബേസിക് ടു പ്രോ ലെവൽ നമ്മളൊരു കോഴ്സ് തരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കോഴ്സിന്റെ പേര് AI ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ്. ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ വന്ന് പഠിക്കാം. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് ഉണ്ടാവും. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടാവും. സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക്, നിങ്ങളുടെ അനാലിസിസ് അനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ പഠിപ്പിച്ചു തരും. സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ടാവും. ഇപ്പോൾ അഥവാ ഓഫ്ലൈനോ ഓൺലൈനോ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള സമയമില്ലെങ്കിൽ നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. പിന്നെ ബോണസ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ 9999 ടോട്ടലി ഫ്രീ ആയിട്ട് ഈ കോഴ്സിന്റെ ഒപ്പം നൽകുന്നുണ്ട്. ബോണസ് 2 റിസ്ക് മാനേജ്മെന്റ് മോഡ്യൂൾ 5999 നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. മണി മാനേജ്മെന്റ് മോഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ട്രേഡിംഗ് ചെയ്യുമ്പോൾ എത്ര ഭാഗം വെക്കണം, എത്ര ഭാഗം നമ്മൾ ഒരു കൺസർവേറ്റീവ് ആയിട്ട് വെക്കണം, എന്നാലേ എത്ര നമുക്ക് തിരിച്ചു കിട്ടും, ഇതൊക്കെ മണി മാനേജ്മെന്റ് മോഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ 9999 കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി, ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ, ഇതെല്ലാം കൂടി നമുക്ക് വരുന്നത് ഇൻക്ലൂഡിംഗ് GST നോക്കിയാൽ വരുന്നത് 49,554 എന്ന എമൗണ്ട് ആണ്. അത് നമ്മൾ വെട്ടിക്കുറച്ച് എല്ലാവർക്കും അഫോർഡബിൾ ആയ 5898 എന്ന പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേ സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഏർലി ബേർഡ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്ന 10 സ്റ്റുഡൻസിന് നമ്മൾ ഓണം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 5898 എന്ന പ്രൈസും വെട്ടിക്കുറച്ച് 4999 ആണ് കൊടുക്കുന്നത്. പിന്നെ GST കൂടി വരുമ്പോഴാണ് 4718 എന്ന പ്രൈസിൽ വരുന്നത്. GST ഉള്ളവർക്ക് ക്ലെയിം ചെയ്യാം, നമ്മൾ ബില്ല് നൽകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ 8870135772 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോഴ്സിനെ കുറിച്ച്, കോഴ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയാം. ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂളിലെ ഫിബൊനാച്ചി അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, പിന്നെ ഓൾ ദ പാറ്റേൺസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാൻഡിൽ സ്റ്റിക്, പ്രൈസ് ആക്ഷൻ, അനട്ടോമി, കാൻഡിൽ അനട്ടോമി, പിന്നെ പലതരം ട്രേഡിംഗ് സ്ട്രാറ്റജി, സ്ട്രാങ്കിൾ, ഇതെല്ലാം കവർ ചെയ്യുന്ന AI ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. AI കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ AI നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ ടെക്നിക്കൽ അനാലിസിസ് മാനുവലി ചെയ്യുന്നതിൽ AI ഉപയോഗിച്ച്, ChatGPT മാത്രമല്ല കേട്ടോ, വേറെ നിങ്ങൾ ChatGPT ആണെന്ന് വിചാരിക്കരുത്, വേറെ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, അതും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്താണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഓഫർ ഗ്രാബ് ചെയ്യുക. അധികം നാളത്തേക്ക് ഈ ഓഫർ ഉണ്ടാവില്ല, ഓണം ഓഫറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 4718 നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നിഫ്റ്റിയുടെ ക്ലോസിംഗും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 57,525 എന്ന ലെവലിലാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ 1 ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പൈസൽ വാല്യൂ വന്നിരിക്കുന്നത് 57,525.95, -236 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ്, 0.41% ആണ് പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ, നാളത്തേക്കുള്ള ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 57,700 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 57,700 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രം നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 57,900 ആണ്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തോട്ടെ. 57,900 ആണ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാനുള്ളത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആണ്. പ്രത്യേകിച്ച് ഈ 57 എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പാരലൽ ചാനലിൽ ഇത് മാർക്ക് ചെയ്തിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ഒരു റെസിസ്റ്റൻസ് പൊസിഷൻസ് ആണ് ഇതൊക്കെ പാരലൽ ചാനലിൽ വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് പൊസിഷൻസ് ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വെച്ചാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഇനി
നമുക്ക് സപ്പോർട്ട് നോക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ 57,240 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,240. ഇതും കണ്ടോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പാരലൽ ചാനലിന്റെ സപ്പോർട്ട് ലെവൽ വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാര്യം എപ്പോഴും മാർക്കറ്റ് ഈ ലെവൽസ് ഒക്കെ റെസ്പെക്ട് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഗ്യാപ്പും കൂടി ഫില്ലായത് കൊണ്ട് ഇനിയുള്ള മൂവ്മെന്റ്സ് ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ അവിടെ കറക്റ്റ് വന്ന് നിൽക്കലോ അകലോ ഒന്നും ഉണ്ടാവില്ല, കണ്ടിന്യൂസ് മൂവ്മെന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 57,240 ഓക്കെ 57,240 എന്ന ലെവൽ ഇൻട്രാഡേ സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആകുകയാണെങ്കിൽ, ഓക്കെ ബ്രേക്ക് ഔട്ട് ആകുകയാണെങ്കിൽ അതും നോക്കേണ്ടത് നല്ല ബുള്ളിഷ് കാൻഡിൽ വരാതെ ഒരു ബെയറിഷ് കാൻഡിൽ ബ്രേക്ക് ഔട്ട്. ഓക്കെ ഞാൻ പിന്നെ എടുത്ത് പറയുന്നു, ബുള്ളിഷ് കാൻഡിൽ വരാതെ ഒരു ബെയറിഷ് കാൻഡിൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ ഈ പാരലൽ ചാനൽ, നമ്മുടെ ബെയറിഷ് പാനൽ ചാനലിന്റെ ആ ഒരു സോണിലോട്ട് പിന്നെയും മൂവ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഇവിടെ 57,240 അവിടെ ടച്ച് ചെയ്യുമ്പോഴേക്കും ഒരു ബുള്ളിഷ് കാൻഡിൽ കിട്ടുവാണെങ്കിൽ, ബെയറിഷ് അല്ല ബുള്ളിഷ് കാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു റീട്രേസ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമുക്ക് ഫിൻ നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയില് നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലെ കംപ്ലീറ്റ്ലി പറയാറായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫുള്ളി ഗ്യാപ്പ് ക്ലോസ് ആയെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഫുള്ളി ഗ്യാപ്പ് ക്ലോസ് ആയിട്ടില്ല. ഇവിടെ മെഷർ ചെയ്ത് നമുക്ക് നോക്കാം എത്രയുണ്ട് ബാക്കി ഗ്യാപ്പ് എന്നുള്ളത്. ബാക്കി ഗ്യാപ്പ് നോക്കണമെങ്കിൽ ഇനി ഒരു 41 പോയിന്റ്സ് ഗ്യാപ്പും കൂടി ഉണ്ട്. നമുക്കിത് കറക്റ്റ് ചെയ്ത് 41 പോയിന്റ്സ് ആക്കാം. 41 പോയിന്റ്സ് ഗ്യാപ്പ്. പിന്നെ ഫിൻ നിഫ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ബെയറിഷ് മൂവ് ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും സാധാരണ ഒരുപോലെയാണ് പെർഫോം ചെയ്യാറ്. പക്ഷെ ഈ കേസിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും അത്ര കറക്റ്റ് ആയിട്ടല്ല പെർഫോം ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ആയി ഗ്യാപ്പ് ഫുള്ള്, പക്ഷെ ഫിൻ നിഫ്റ്റിയിൽ ക്ലോസ് ആയിട്ടില്ല. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 41 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട് ഫില്ലാകാൻ. പിന്നെ നമ്മൾ നേരത്തെ അനാലിസിസ് ചെയ്തപ്പോൾ 26,300 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് താഴ്ത്തോട്ട് ബെയറിഷ് കാൻഡിൽ വന്ന് റീട്രേസ് ചെയ്തു. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ബെയറിഷ് കാൻഡിൽ ബ്രേക്ക് ഔട്ട് ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ ഈ 41 പോയിന്റ്സ് ഗ്യാപ്പ് നമുക്ക് രണ്ടാമത് ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഇനി ആ ഗ്യാപ്പ് വളരെയധികം ശ്രദ്ധിച്ച് കാണണം. കാര്യം 41 പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവ് പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ ട്രേഡ് ഒക്കെ എടുക്കാൻ നേരത്ത് നല്ല ഈസിലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഈസിലി നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യണതിന് മുമ്പ് ഇവിടെ ഒന്ന് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഗ്യാപ്പ് തിയറി ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ക്യാൻഡിൽസ്, പിന്നെ സെന്റിമെന്റ് അനാലിസിസ്, പിന്നെ പ്രൈസ് ആക്ഷൻ ഇതൊക്കെ നോക്കി ചെയ്യണമെങ്കിൽ നല്ലൊരു ചാൻസ് ആണ് ഈ 41 പോയിന്റ്സ് എന്നുള്ള നമുക്ക് ആ ഒരു ഫിൻ നിഫ്റ്റിയിൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അപ്പൊ W പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായേക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇതിന്റെ റെസിസ്റ്റൻസ് 1 ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ W പാറ്റേണിനെ കുറിച്ച് പറയാം. അപ്പൊ റെസിസ്റ്റൻസ് 1 വരുന്നത് 26,300 ആയിരിക്കും. ഓക്കെ 26,300 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരുന്നത്. 26,300 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. ഈ ഒരു റെസിസ്റ്റൻസ് 1 വരാൻ ഒരു കാര്യം കൂടി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ W പാറ്റേൺ അതും കൂടി കൺസിഡർ ചെയ്താണ് ഞാൻ ഈ റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ W പാറ്റേൺ. ഇതാണ് നമ്മുടെ W പാറ്റേൺ ഫോർമേഷൻ. അപ്പോൾ ഈ 26,300 എന്ന റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് ഇവിടെ 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഒരു മർബോസു അല്ലെങ്കിൽ ഒരു ഹാമർ അല്ലെങ്കിൽ നല്ലൊരു പോയിന്റോട് കൂടിയുള്ള ഒരു എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ ബെയറിഷിനെ വെട്ടി വരുന്ന ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആകുമെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ W പാറ്റേണിന്റെ ഈ ലെവലിൽ ഇന്നലെയൊക്കെ നടന്ന പോലെ ആ ഒരു പൊസിഷനിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ റീട്രേസ് ചെയ്താൽ ആ 40 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്
മാർക്കറ്റ് താഴ്ത്തോട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് 1 മാർക്ക് ചെയ്യാം. സപ്പോർട്ട് വരാൻ പോകുന്നത്, ഇൻട്രാഡേ സപ്പോർട്ട് വരാൻ പോകുന്നത് 26,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 26,000. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, 40 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ ഒരു കൺഫർമേഷൻ ലെവലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ആ 40 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ഫില്ല് ആകും. കാര്യം എന്താണെന്ന് വെച്ചാൽ 150 to 200 പോയിന്റ്സ് ആണ് ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ്. അത് വെച്ച് ആണ് ഞാൻ പറയുന്നത് ഈസിലി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരിക്കും അത്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കടക്കാം. അപ്പോ സെൻസെക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സെൻസെക്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടെങ്കിൽ, ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് ഞാൻ തേഴ്സ്ഡേ ഇട്ടൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെൻസെക്സിന്റെ ആവറേജ് ലെവലായിരുന്നു ഞാനിവിടെ മാർക്ക് ചെയ്തതെന്ന്. ഈ റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുള്ളൂ എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അത് മാത്രമല്ല, 351 പോയിന്റ്സ് ഗ്യാപ്പില് കുറച്ച് ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. ഏകദേശം മെഷർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 152 പോയിന്റ്സ് ഫില്ലായിട്ടുണ്ട്. ബാക്കി ഇത്രയും കൂടി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബാക്കി ഇനി പോയിന്റ്സ് ഫില്ലാകാനുള്ളത് ഒരു 210 പോയിന്റ്സും കൂടി ഫില്ലാകാനുണ്ട്. അപ്പൊ ഞാൻ അതും കൂടി മാർക്ക് ചെയ്തോട്ടെ. 210 പോയിന്റ്സ് ഇതും കൂടി നമുക്ക് ഫില്ലാകാനുണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള താഴെയുള്ള 368 പോയിന്റ്സ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നു. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പോ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ആദ്യമേ തന്നെ ആ ഗ്യാപ്പ് ഒന്ന് റീപൊസിഷൻ ചെയ്തോട്ടെ. ഇനി 210 പോയിന്റ്സ് ആണുള്ളത്. പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇന്ന് ഏകദേശം 77,370 ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് വന്നത്. അതായത് മൺഡേ ക്ലോസിംഗ് ബൈസെൽ വാല്യൂ വന്നത് 77,369.11. നമുക്ക് അത്ര വലിയൊരു ബെയറിഷോ ബുള്ളിഷോ ഒന്ന് പറയാൻ പറ്റില്ല ഈ കേസിൽ. നിഫ്റ്റിയുടെ പോലെ തന്നെ ഓക്കെ, നിഫ്റ്റിയിൽ -32 പോയിന്റ്സ് നെഗ്ലിജിബിൾ പോയിന്റ്സ് ആണ്, സൈഡ് വേസ് എന്ന് പറയാം. അതേപോലെ തന്നെ സെൻസെക്സ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. -171 പോയിന്റ്സ് എന്ന് പറയുന്നത് സെൻസെക്സിനെ അപേക്ഷിച്ച് 500 to 1000 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് ഉള്ള സെൻസെക്സിൽ അതൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇത് വെച്ച് നമുക്ക് ഇനിയുള്ള റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് 77,500 ആയിരിക്കും. ഓക്കെ, നമ്മുടെ മാർക്ക് ചെയ്തോട്ടെ 77,500. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് 77,800 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 77,000 ആയിരിക്കും. ഓക്കെ, 77,000 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ലെവൽസ്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സെക്ടർ വൈസ് പെർഫോമൻസും കൂടി, നമ്മുടെ ഗെയിനേഴ്സും ലൂസേഴ്സും കൂടി ഞാൻ എടുത്ത് പറയാം. ഇന്നത്തെ നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത് JSW സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, HCL ടെക്, ഡോക്ടർ റെഡ്ഡി, ടാറ്റ കൺസ്യൂമബിൾസ്. ഇതൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് SBI ലൈഫ് ആണ്. അതിന്റെ തൊട്ടുപുറകെ അദാനി പോർട്സ്, ബജാജ് ഫൈനാൻസ് SV എന്നിവയൊക്കെയാണ് നിഫ്റ്റി 50-യുടെ ലൂസേഴ്സ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കണമെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഡസ് ഇന്ത്യൻ ബാങ്ക് വന്നിട്ടുണ്ട്. 1.27 നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ AU ബാങ്ക്, HDFC ബാങ്ക്, യൂണിയൻ ബാങ്ക് ഇതൊക്കെ നല്ല പെർഫോമൻസ് നൽകി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ലൂസർ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. അതിനേലും കുറച്ച് കുറവായിട്ട് കാനറ ബാങ്ക്, പക്ഷെ ഏകദേശം ഒരേ റേറ്റിലാണ് അത് നിൽക്കുന്നത്. പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, യെസ് ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക്, അങ്ങനെ PNB ബാങ്ക്, ICICI ബാങ്ക്, കൊഡാക് ബാങ്ക് ഇതൊക്കെയാണ് മെയിൻലി ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നത്. പിന്നെ നമ്മുടെ സെക്ടർ ആൻഡ് ഇൻഡെക്സസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം മെയിൻലി സൈഡ് വേസ് തന്നെയായിരുന്നു. പോയിന്റ്സ് നോക്കിയാൽ ബുള്ളിഷ് ആയിട്ട് കിടക്കുന്നത്, ഗ്രീൻ ആയിട്ട് കിടക്കുന്നതും റെഡ് ആയിട്ട് കിടക്കുന്നതും രണ്ട് നോക്കിയാലും ഒരു സൈഡ് വേസ്, ഒരു മിക്സ്ഡ് സൈഡ് വേസ് പെർഫോമൻസ് ആണ്. ഇത്തിരി മൈക്രോ ക്യാപ്പും നിഫ്റ്റി മിഡ് സെലക്റ്റും ഒരു ഇത്തിരിയും കൂടി ബെറ്റർ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി കാണിച്ചു. ബാക്കി എല്ലാം 0.04 ഇതൊക്കെ കംപ്ലീറ്റ്ലി സൈഡ് വേസ് എടുക്കാൻ പറ്റുള്ളൂ. സെക്ടോറിയലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നിഫ്റ്റി മെറ്റൽ നല്ലൊരു പെർഫോമൻസ് കാണിച്ചു. 1.59% നല്ലൊരു സെക്ടർ പെർഫോമൻസ് ആണ് ഇന്ന് നിഫ്റ്റി മെറ്റൽ കാണിച്ചത്. ബാക്കിയെല്ലാം വീണ്ടും വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല, സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ അനാലിസിസ് ആയ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിൽ പറയാനുള്ളത്. നാളെ എക്സ്പയറി ആണ്, ഓർത്ത് എല്ലാവരും കോൺട്രാക്ട്സ് ക്ലോസ് ചെയ്യാൻ ഓർക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് കോഴ്സ് പഠിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
വാട്സാപ്പ് കോൾ ചെയ്യാം, വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടില്ല, കാര്യം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാർക്കും ആക്സസിബിൾ ആകാൻ വേണ്ടിയാണ് വാട്സാപ്പ് കോളും വാട്സാപ്പ് മെസ്സേജും വെച്ചേക്കുന്നത്. കോഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഓണം ഓഫർ തീരണതിന് മുമ്പ് ഗ്രാബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.